അതിൽ മനസ്സിലായോ? ഈ പാട്ട് നീ പാടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്ത് അഡ്രസ് ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ചില ആലടി അഭിഷിക്തന്മാരെ ഇറക്കി അവർക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ഈ ദൈവത്തെ ഞാൻ വിട്ടുകളയത്തില്ല, ഈ ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് ഞാൻ മാറി നിൽക്കത്തില്ല, എന്റെ തീരുമാനം ഉറച്ചതായിരിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശത്രുക്കളുടെ മേശക്കിന്റെ അവരുടെ ഒരു തീരുമാനം അതായിരുന്നതേ. അതുകൊണ്ട് അവർ തീയിൽ കടന്നപ്പം പറ്റിയോ? അവരെ എന്തെങ്കിലും ചെയ്തോ? അവരെ ദഹിപ്പിച്ചോ? അഗ്നിജാലി അവരെ വിഴുകിക്കളഞ്ഞോ? ഇല്ലല്ലേ. അവരുടെ രോമത്തിന് പോലും ഒരു കേട് വന്നില്ല. അവര് തീയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ ഉണ്ടല്ലോ അവിടെ ഇതുപോലൊരു പുസ്തകം വെച്ചിരിക്കുക. ആ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടന തന്നെ മാറിപ്പോവാന്നൊക്കെ അവിടെ എത്തരുന്നു. ഇനി നിങ്ങൾ ഈ ദേശത്തുള്ളവർ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ശത്രുക്കളുടെ മേശത്തിന്റെ അഭേദരോഗോവിന്റെ ദൈവത്തെ മാത്രമേ സേവിക്കാവൂ. അങ്ങനെ ദൈവമായി മാറണം നമ്മൾ. റൂബിയുടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ഫ്രൻസിയുടെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. മോഹനന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവന്റെ റേച്ചാൻ സേവിക്കുന്ന ദൈവം ഒരു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവരാരാധിക്കുന്ന ദൈവം വിടുതലിന്റെ ദൈവമാണെന്ന് പറയത്തക്ക നിലവാരത്തിൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് ചില ആലടിയ സ്വതന്ത്രം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആലടിയ ഒരു ദൈവപ്രവൃത്തി വിളിക്കും. അപ്പൊ സാവിച്ചാൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ സാവിച്ചാൽ അല്ല എന്റെ ദൈവമോ? അതേനെ എടുക്കച്ച തീരുമാനം, ഉറച്ച തീരുമാനം എടുക്കുക. തീരുമാനം എടുത്തോ ആരുടെ അച്ഛൻ സേവിക്കുന്ന ദൈവം ആരുടെ അച്ഛനെ ഒരിക്കലും കൈവിടത്തില്ല. ആരുടെ വംശങ്ങൾ പറയും, അല്ല നമ്മൾ മുഖേന നമ്മുടെ കുടുംബം മാത്രമല്ല നമ്മുടെ വംശം പറയും, നിന്നോട് ചുറ്റുമുള്ള സകല ജാതികളും പറയും, അവരെല്ലാം നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ടിട്ട് പറയും, ആ സാബു സേവിക്കുന്ന ദൈവം അവൻ ചില്ലറക്കാരനല്ല, അവൻ അത്ഭുത മന്ത്രി വീരന ദൈവം, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവം, ജീവിക്കുന്ന ദൈവമാണ്, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറയും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.